السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، أما بعد. إن أريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതത്തിലുടനീളം അവൻ്റെ മുത്തഖികളായ അടിമകളായിരിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം വളരെ പ്രയാസകരമാണ്, ദുഃഖകരമാണ്, ആശങ്കാജനകമാണ് എന്ന് നമുക്കറിയാം. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷവും സന്താപവും ദുഃഖവും സമാധാനവും ഭീതിയും ഒക്കെ നിറഞ്ഞ, കൂടിക്കലർന്ന, ഏറിയും കുറഞ്ഞും ഉയർന്നും താഴ്ന്നും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. എപ്പോഴും ദുഃഖം നിറഞ്ഞ, ഭീതി നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ അവസ്ഥ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞ അവസ്ഥ ഉണ്ടായിരിക്കുക, ഇങ്ങനെ ദുനിയാവിൽ ഉണ്ടാവുകയില്ല. ഇതിൻ്റെ സമ്മിശ്രമായ അവസ്ഥകളായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ, സന്ദർഭങ്ങൾ വരുമ്പോൾ ഒരു സമൂഹം എങ്ങനെയായിരിക്കണം, വ്യക്തികൾ എങ്ങനെയായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഉത്തമമായ മാതൃകകൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ കാണുവാൻ കഴിയും. അതിനുവേണ്ടിയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്പൂർണ്ണ മനുഷ്യനായിക്കൊണ്ട്, സമ്പൂർണ്ണ മാതൃകയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മനുഷ്യന്മാരിൽ, നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ, ഞങ്ങൾക്ക് കാണാൻ പറ്റിയവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഔദാര്യവാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ധീരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഭീതിതമായ സന്ദർഭമുണ്ടായാലും, അവസരമുണ്ടായാലും, സംഭവമുണ്ടായാലും അതിൻ്റെ മുമ്പിൽ അത് പരിഹരിക്കുന്ന കാര്യത്തിൽ, അത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മാതൃകയായിക്കൊണ്ട്, ധൈര്യവാനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാവും. ഒരു ദിവസം ഞങ്ങളെ ആകെ ഭീതിപ്പെടുത്തിക്കൊണ്ട്, മദീന നിവാസികളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഒരു ഭീകരമായ സ്ഫോടന ശബ്ദം ഞങ്ങൾ കേൾക്കുകയുണ്ടായി. നാമൊക്കെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ അതിഭീതിതമായ, ഭീകരമായ, എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന ഒരു സ്ഫോടന ശബ്ദം ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ആളുകൾ പേടിച്ചു, ആളുകൾ ഞെട്ടി എഴുന്നേറ്റു. ആ ശബ്ദം കേട്ട ദിക്കിന് നേരെ എല്ലാവരും ഓടിയെടുത്തു. എന്താണ് ശബ്ദം? എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, മദീന അന്ന് പല ജാതി ഭീതിയുടെ, പല ജാതി ഭീഷണികളുടെ, പല ജാതി യുദ്ധങ്ങളുടെ ഇടയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മുശ്രിക്കുകളുണ്ട്, മറുഭാഗത്ത് ജൂതന്മാരുണ്ട്, അവരോടൊപ്പം ക്രിസ്ത്യാനികളുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിവിധങ്ങളായ യുദ്ധഭീഷണികളുടെ ഏത് തരത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ്, എങ്ങനെയൊക്കെയാണ് ഇവർ ആഞ്ഞടിക്കുക, എപ്പോഴൊക്കെയാണ് ഇവർ ആക്രമിക്കുക എന്നൊന്നും പറയാൻ പറ്റാത്ത അതിഭീതിതമായ ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഉടനെ ആളുകൾ ജാഗരൂകരായി
അവരെല്ലാവരും സാധിക്കുന്നവരൊക്കെയും ഉടനെ ആ ശബ്ദത്തിൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അപ്പോഴതാ തൻ്റെ വാളും കഴുത്തിൽ വെച്ച് തിരിച്ചു പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുണ്ട്. എല്ലാവരുടെയും മുമ്പേ ആരെത്തിയിരിക്കുന്നു? തങ്ങളുടെ നേതാവായ, തങ്ങളുടെ ജേതാവായ, തങ്ങളുടെ നായകനായ, മാതൃകയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഞങ്ങളെക്കാളുമൊക്കെ മുമ്പിൽ അവിടെയുണ്ട്. ജനങ്ങൾ എത്തിയപ്പോഴോ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? ജനങ്ങൾ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ലൻ തുറാഉ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഒന്നിനെ തൊട്ടും ആശങ്കയിലാവേണ്ട. എല്ലാ കാര്യവും നിയന്ത്രണത്തിന് വിധേയമാണ്. എല്ലാ കാര്യവും നിയന്ത്രണത്തിന് വിധേയമാണ്. അനിഷ്ടകരമായി ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഭീതി ജനിപ്പിക്കേണ്ടതില്ല, ഭീതി പ്രചരിപ്പിക്കേണ്ടതില്ല, ഭീതി കടിപ്പെടേണ്ടതില്ല. ധൈര്യം സംഭരിച്ചുകൊണ്ട് നിലകൊള്ളുക. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട് വിട്ടോടേണ്ടി വന്നു, ഹിജ്റ പോകേണ്ടി വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയുള്ള പാലായനത്തിൽ സൗർ എന്ന ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ, അഭയം തേടിയിരിക്കുമ്പോഴുള്ള സന്ദർഭം നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന തിരക്കിലാണ്. ആ ഗുഹയിൽ നിന്ന് അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു ഇഴജന്തുവും അല്ലെങ്കിൽ ഒന്നും തന്നെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പാടില്ല. പുറത്തു നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള എല്ലാ സുരക്ഷാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെ മോഹിച്ച്, തലയെടുത്താൽ കിട്ടുന്ന സമ്മാനത്തെ 100 ഒട്ടകങ്ങളെ മോഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞു നടക്കുന്നവർ, ആ ഗുഹാമുഖത്തെത്തുന്നവർ, അവരൊന്ന് നല്ലവണ്ണം കുനിഞ്ഞ് ഗുഹയിലേക്ക് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണും. പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. പേടിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തൻ്റെ കാര്യത്തിലല്ല അദ്ദേഹത്തിൻ്റെ പേടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലാണ് പേടി. അദ്ദേഹം തൻ്റെ പേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പങ്കുവച്ചു. അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ അവർ നമ്മെ കാണുമല്ലോ, അപ്പോഴെന്താകും സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ദന്നക യാ അബൂബക്കർ ബിസ്നൈനില്ലാഹി സാലിസുഹുമാ. എന്താണ് അബൂബക്കറെ താങ്കൾ പേടിക്കുന്നത്? 2 പേരെക്കുറിച്ച്, 2 ആളുകളെക്കുറിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത്, എന്തിനാണ് പേടിക്കുന്നത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അള്ളാഹു കൂടെയുള്ളപ്പോൾ, ആ 2 പേരുടെ കൂടെ മൂന്നാമനായി അള്ളാഹു ഉള്ളപ്പോൾ. പരിശുദ്ധ ഖുർആൻ അതെടുത്ത് എന്നേക്കും ഓതുന്ന ആയത്തുകളായിക്കൊണ്ട് സൂറത്തു തൗബയിൽ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന എന്ന് രേഖപ്പെടുത്തുന്നു. ലാ തഹ്സൻ, പേടിക്കരുത്, സങ്കടപ്പെടരുത്, ഭയപ്പെടരുത്. ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഈ ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? നാം സത്യത്തിൻ്റെ പാതയിലാകുമ്പോഴാണ്, നാം നീതിയുടെ മാർഗത്തിലാകുമ്പോഴാണ്, നാം ന്യായത്തിൻ്റെ പക്ഷത്തിലാകുമ്പോഴാണ്. ന്യായത്തിൻ്റെ പക്ഷത്തിലാകുമ്പോൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെയൊക്കെയും അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കും. അത് അള്ളാഹു അവൻ മുഅ്മിനാണോ, അവൻ എൻ്റെ പക്ഷക്കാരനാണോ, എൻ്റെ പാർട്ടിക്കാരനാണോ, എൻ്റെ ജാതിക്കാരനാണോ, എൻ്റെ നാട്ടുകാരനാണോ, എൻ്റെ ഭാഷക്കാരനാണോ, ഇതൊന്നും നോക്കിയിട്ടല്ല, നീതിയുടെ പക്ഷത്താണോ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. അനീതിയുടെ പക്ഷം, അന്യായത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, അസത്യത്തിൻ്റെ, അനീതിയുടെ പക്ഷം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അവിടെ കാണുകയില്ല. അത് ഏത് വലിയ ഹോജരാജാവായാലും ശരി, അത് ഏത് വലിയ കുടുംബക്കാരനായാലും ശരി, അത് ഏത് വലിയ കഴിവുള്ളവനാണെങ്കിലും ശരി, അത് ഏത് വലിയ ശക്തിയുള്ളവനാണെങ്കിലും ശരി, ഏത് വലിയ ആയുധ ശേഖരമുള്ളവനാണെങ്കിലും ശരി, ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കഥ എടുത്തു നോക്കൂ. ഫലമ്മാ തറാഅത്തിൽ ജംആനി, 2 പക്ഷവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ
അവർ മൂസായോടൊപ്പം പലായനം ചെയ്ത് ചെങ്കടലിന്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. പിറകിൽ നിന്നും അതിവേഗതയിൽ, അതിശക്തിയിൽ, അതിരൂക്ഷമായ വേഗത്തിൽ ഫിർഔനും അവന്റെ സൈന്യവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാല മുദ്രക്കൂ, ഞങ്ങൾ പെട്ടല്ലോ എന്നവർ പറഞ്ഞു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്തെല്ലാം വാഗ്ദാനം നൽകിക്കൊണ്ടാണ് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അള്ളാഹു ഞങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ അവർക്കാർക്കും തൊടാൻ കഴിയുകയില്ല, നമ്മൾ തന്നെ വിജയിക്കും, നമ്മളിതാ അവരെ തോൽപ്പിക്കാൻ പോവുകയാണ്, ഇപ്പോഴെന്താ കഥ, ഇപ്പോൾ എല്ലാം കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ദുർബലരായ വിശ്വാസികൾ മൂസയെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പോഴെന്താ മൂസ അലൈഹിസ്സലാം പറഞ്ഞത്? ഖാല കല്ല, അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്നോടൊപ്പം എൻ്റെ നാഥനുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും, അവൻ എന്നെ രക്ഷപ്പെടുത്തും, അവൻ എന്നെ സഹായിക്കും, അവൻ ശത്രുക്കളെ തോൽപ്പിക്കും. പിന്നീട് എന്താണ് നടന്നത് എന്നത് ചരിത്രമാണ്, അല്ലേ? ഫിർഔനെയും മുഴുവൻ സൈന്യത്തെയും അല്ലാഹു നൈൽ നദിയിൽ മുക്കിക്കൊന്നു. അപ്പോ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെയാണ് അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാവുക. എപ്പോൾ? നീതിയുടെ മാർഗത്തിൽ നിൽക്കുമ്പോൾ, ന്യായത്തിന്റെ മാർഗത്തിൽ നിൽക്കുമ്പോൾ, സത്യത്തിന്റെ കൂടെയാണ് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയുമ്പോൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും. ഏത് വലിയ മൂത്താപ്പയുടെ ഭീഷണി ഉണ്ടായാലും അവരെ ഇളക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അവരെ പേടിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അവരെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അത് ചരിത്രമാണ്. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറിയ ചെറു സംഘങ്ങളാണ് വൻ സംഘങ്ങളെ തോൽപ്പിച്ചത്, വൻ രാഷ്ട്രങ്ങളെ തോൽപ്പിച്ചത്, വൻ രാഷ്ട്രങ്ങൾ തോൽപ്പിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഖാലിദ് ബിൻ വലീദിന്റെ കൂടെ, അല്ലെങ്കിൽ സൈഫുദ്ദീൻ ഖുത്സിന്റെ കൂടെ, മുഹമ്മദ് ഫാത്തിഹിന്റെ കൂടെ ഭൂരിപക്ഷം വരുന്ന സൈനികർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ശത്രു സൈനികരെക്കാൾ ഇരട്ടിക്കിരട്ടിയായി സൈന്യവും സാങ്കേതിക സഹായങ്ങളും ആയുധങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. 3 ലക്ഷം വരുന്ന ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ 3000 വരുന്ന മുസ്ലിം സൈന്യം, 10,000 വരുന്ന മുസ്ലിം സൈന്യം, ശത്രു സൈന്യം 10 ലക്ഷം. ഇങ്ങനെ എത്ര യൂറോപ്പിനെ തോൽപ്പിച്ചപ്പോൾ, ഈജിപ്തിൽ കുരിശ് യോദ്ധാക്കളെ തോൽപ്പിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നോ? ഒരിക്കലും ആയിരുന്നില്ല. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറ. എത്ര ചെറു സംഘങ്ങളാണ് വൻ സൈന്യങ്ങളെ തോൽപ്പിച്ചത്. എന്തുകൊണ്ട്? ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി, അള്ളാഹുവിന്റെ മഅയ്യത്തോടുകൂടി, അള്ളാഹുവിന്റെ സാന്നിധ്യത്തോടുകൂടി, സഹായത്തോടുകൂടി, പിന്തുണയോടുകൂടി. ജീവിതത്തിൽ വിജയിക്കുവാൻ ഈ തത്വം വളരെ അധികം ആവശ്യമാണ്. അത് നമ്മൾ മുറുകെ പിടിക്കണം. നമ്മൾ സത്യത്തോടൊപ്പമാണ്, നമ്മൾ നീതിയോടൊപ്പമാണ്, നമ്മൾ ന്യായത്തിൻ്റെ കൂടെയാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാവുക. ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു കുടുംബം എന്ന നിലക്ക്, ഒരു സമുദായം എന്ന നിലക്ക് വിജയിക്കാൻ സാധിക്കുക അപ്പോൾ മാത്രമാണ് എന്ന് നാം അടിയുറച്ച് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ചെറുതോ വലുതോ ആയ കാര്യത്തിൽ, നിസ്സാരമെന്നോ അല്ലെങ്കിൽ ഗുരുതരമെന്നോ നാം കരുതുന്ന കാര്യത്തിൽ നാം ഒരിക്കലും തന്നെ അനീതിയുടെ കൂടെ നിന്നുകൂടാ, അത് തിരിച്ചടിക്കും. അസത്യത്തിന്റെ കൂടെ നിന്നുകൂടാ, അത് തിരിച്ച് കടിക്കും. അന്യായത്തിന്റെ കൂടെ നിന്നുകൂടാ, അത് നമ്മെ നശിപ്പിക്കും. ഇത് നാം ഉറച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്, പലപ്പോഴും നമ്മിലുള്ള തകരാറുകൾ നീക്കുന്നതിന് വേണ്ടിയാണ്, നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്, വലിയുമഹ്ഹിസല്ലാഹ്, നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങൾ നൽകുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന, ശാക്തീകരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ പിന്നെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. വളരെ നന്നായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലാ തഖൂമുസ്സാഅ,
അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഏതുവരേക്കും? ഹത്താ തുഖാതിലുകുമുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ. ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് നിങ്ങൾ ജൂതന്മാരെ, ലോകത്തിന്റെ തന്നെ ശാപമായ ജൂതന്മാരെ നിങ്ങൾ തോൽപ്പിക്കും. ഹത്താ യഖൂലൽ ഹജറു വശ്ശജറു യാ അബ്ദല്ലാഹ് ഹാദാ യഹൂദിയ്യും വറായി ഫതആല ഫഖ്തുൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ലോകം മുഴുവനും മുസ്ലിങ്ങളുടെ പിന്നാലെ സംഘടിക്കും, ലോകം മുഴുവൻ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കും. എന്നിട്ട് ഓരോ കല്ലും ഓരോ മരവും വിളിച്ചു പറയും, യാ അബ്ദല്ലാ, അല്ലയോ അബ്ദല്ലാ, ഹാദാ യഹൂദിയ്യും വറായി, ഇതാ എന്റെ പിന്നിൽ ഒരു ജൂതൻ വന്ന് ഒളിച്ചിരിപ്പുണ്ട്, ഫഖ്തുൽഹു, അവനെ നീ കൊല്ലൂ എന്ന് പറയുന്നത് വരെ, അവനെ കൊന്ന് നശിപ്പിക്കുന്നത് വരെ. ദജ്ജാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അസ്ദഖുൽ ഹദീസായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത് നമുക്ക് കാണാം. ദജ്ജാലിനെ ഈസ അലൈഹിസ്സലാം മുസ്ലിം സൈന്യത്തോടൊപ്പം ചേരുകയും ദജ്ജാലിനെ ബാബ് ലുദ്, ഇന്ന് ലുദ് വിമാനത്താവളം എന്ന് പറയുന്ന ബാബ് ലുദ്ദിൽ വെച്ച് വധിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അന്ത്യനാൾ സംഭവിക്കുകയില്ല. അന്ന് ജൂതന്മാരോടൊപ്പം നിൽക്കാൻ ഒരാളെയും കിട്ടുകയില്ല. ഇന്ന് ജൂതന്മാരോടൊപ്പം നിന്ന ഒരുത്തരെയും അന്ന് കാണുകയുമില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ന്യായത്തിന്റെ കൂടെ നിന്നാൽ, സത്യത്തിന്റെ കൂടെ നിന്നാൽ, നീതിയുടെ കൂടെ നിന്നാൽ നമുക്കും അനുഭവിക്കാൻ കഴിയുന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, എല്ലാവിധ അനഭിലഷണീയമായ കാര്യങ്ങളിൽ നിന്നും, എല്ലാവിധ ദൂഷ്യങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ നാടിനെയും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടിനെയും മുസ്ലിം നാടുകളെയും വീടുകളെയും കുടുംബങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആരൊക്കെ അതിനെതിരിൽ ഗൂഢാലോചനകൾ പളിയുന്നു, ആരൊക്കെ അതിനെതിരിൽ ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ, കരുതുന്നുവോ, പണിയെടുക്കുന്നുവോ, അതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നാശത്തിനും നഷ്ടത്തിനും കാരണമാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീന വൽ കാഫിരീൻ. അല്ലാഹുമ്മ അൻസുർ അഹ്ലക വദീനക വഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അഹ്ലികിൽ യഹൂദ വൻ നസാറ വൽ മുശ്രിക്കീന അൽ ഫാശിയീൻ യാ റബ്ബൽ ആലമീൻ. اللهم أرنا فيهم أياما نحسات مثل يوم عاد وثمود إنهم لا يعجزونك يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.